ഹലോ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ഇറാനി പോളയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവരും വീഡിയോ കണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ സ്പെഷ്യൽ ഇറാനി പോള ഉണ്ടാക്കാൻ വേണ്ടി ഞാനിവിടെ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. ഇതിനു വേണ്ടി 1 കപ്പ് മൈദക്ക് 4 കോഴിമുട്ടയാണ് ഞാൻ എടുത്തത്. സാധാരണ 1 കപ്പ് മൈദക്ക് 2 കോഴിമുട്ടയാണ് എടുക്കാറ്. ഇതൊരു സ്പെഷ്യൽ ഇറാനി പോള ആയതുകൊണ്ട് തന്നെയാണ് ഞാൻ 4 കോഴിമുട്ട എടുത്തത്. ഇതിലേക്ക് വേറെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഇപ്പോൾ ഞാൻ ചേർത്തത് 1 കപ്പ് മൈദ, 1 കപ്പ് പാല്, പിന്നെ 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് ചേർക്കേണ്ടത്. ഇനി അതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി സ്പെഷ്യലായിട്ട് ചേർക്കുന്നുണ്ട്. അത് 2-3 പച്ചമുളക് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് വേണ്ടി പച്ചമുളകും കുരുമുളകും ചുവന്ന മുളകും എല്ലാം കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. സാധാരണ കുരുമുളക് മാത്രമാണ് ഇതിൽ ചേർക്കാറ്. പിന്നെ ഒരു പിടി മല്ലിച്ചപ്പ്, ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ അതിലേക്ക് കുറച്ച് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുവേണ്ടി 1 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ അത് വിട്ടുപോയത് കൊണ്ട് ഒന്ന് അടിച്ചു കൊണ്ടുവന്നതിന് ശേഷമാണ് ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി കൂട്ടി നല്ലോണം ഒന്ന് മിക്സിയിൽ വെച്ച് നല്ലോണം ഒന്ന് അടിച്ചു കൊണ്ടുവരിക. ഒരു 2 മിനിറ്റ് നേരമെങ്കിലും നല്ലോണം ഒന്ന് കറക്കിയെടുക്കണം. ഇതിൽ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും ഒന്ന് നല്ലോണം ഒന്ന് അരഞ്ഞ് കിട്ടണം. അതുവരെ ഒന്ന് കറക്കിയെടുക്കുക. ഇപ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ട ഫില്ലിംഗ് ആണ്. അതിനുവേണ്ടി ഞാനൊരു 2 സവാള കനം കുറച്ച് അരിഞ്ഞ് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, ഇതെല്ലാം ചേർത്ത് നല്ലോണം ഒന്ന് വഴറ്റിയെടുത്തതാണ്. പിന്നെ അതിലേക്ക് ഒരു 1/4 കിലോ ചിക്കൻ നല്ലോണം കഴുകി വൃത്തിയാക്കി മസാല പുരട്ടി ഫ്രൈ ചെയ്ത് പിച്ചി ചീന്തി എടുത്തതും കൂടി ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കാണിക്കാതിരുന്നതാണ്. എല്ലാം കൂടി കാണിക്കുമ്പോൾ വീഡിയോ ഭയങ്കര ലെങ്തി ആയിപ്പോവും, അതുകൊണ്ടാണ്. ഇനി ഇതുപോലുള്ള ഒരു സോസ് പാൻ വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ചുറ്റിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വെച്ച ബാറ്റർ ഇതിലേക്ക് അതിൻ്റെ പകുതി ഒഴിച്ചു കൊടുക്കണം. നേരെ പകുതി ഒഴിച്ചു കൊടുക്കുക. ഇനി ബാറ്റർ മൊത്തം 2 പാത്രത്തിലാക്കി തുല്യ അളവിൽ വെച്ചതിന് ശേഷം അതിൽ ഒരു പാത്രത്തിൽ ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് അളവ് കിട്ടും. ഇത് 1 മിനിറ്റിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ആ മസാലകളൊക്കെ അങ്ങ് അടിയിൽ പോകും. അത് സൈഡിൽ നിന്നൊക്കെ ഒരു ബ്രൗൺ കളർ ആയി വരുന്ന ടൈമിലാണ് നമ്മൾ മസാല ചേർത്ത് കൊടുക്കേണ്ടത്. 1 മിനിറ്റെങ്കിലും ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണം. എന്നിട്ട് ആ മസാലകളൊക്കെ ഇതിലൊന്ന് വെച്ച് കൊടുക്കുക. മസാല ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നടുവിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി, സൈഡിലൂടെ ഇട്ട് കൊടുക്കരുത്. അപ്പോൾ നമ്മുടെ അടുത്ത ബാറ്റർ ഒഴിക്കുമ്പോൾ അത് നല്ലോണം യോജിച്ച് കിട്ടുകയില്ല. ഒരു ഗ്യാപ്പ് വരും. നമ്മുടെ പോള റെഡിയായി വരുമ്പോൾ സൈഡിലൊക്കെ ഒരു ഗ്യാപ്പ് വരും, കവർ ചെയ്ത് നിൽക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് നടുവിൽ മാത്രം മസാലകൾ ഇട്ട് കൊടുക്കുക എന്ന് പറയുന്നത്. ഈ മസാലയ്ക്കും അത്യാവശ്യം എരിവൊക്കെ വേണമെങ്കിലാണ് നമ്മുടെ പോളയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിനനുസരിച്ച് മുളക് പൊടിയും പച്ചമുളകൊക്കെ കീറിയിടുക. കുരുമുളക് പൊടി എല്ലാം ചേർത്ത് കൊടുത്താൽ മതി. ഇനി അതിൻ്റെ മുകളിൽ ബാക്കി വന്ന ബാറ്ററും കൂടി ആദ്യം തന്നെ സൈഡ് കൂടി ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നടുവിലേക്ക് കൊണ്ടുവരിക. പിന്നെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത്. പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിലുള്ള എന്ന ഓപ്ഷൻ കൂടി സെറ്റ് ചെയ്ത് വെച്ചാൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. അങ്ങനെ അതിൻ്റെ മൂടിയൊക്കെ ഇട്ടതിന് ശേഷം അതിന് ഇങ്ങനെ ഓരോ ഹോളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ചു കൊടുക്കുക. അതിനു മുമ്പ് അതിൻ്റെ അടിയിൽ ഒരു പാത്രം വെച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അടി കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഒരു മൂടിയോ അല്ലെങ്കിൽ ഒരു പഴയ നോൺ സ്റ്റിക്ക് പാത്രം എന്തെങ്കിലും ഒന്ന് അടിയിൽ വെച്ച് കൊടുക്കുക. എന്നാൽ പിന്നെ അടി കരിഞ്ഞു പോവുകയില്ല. അത് ആദ്യം തന്നെ വെച്ച് കൊടുത്താൽ നല്ലതാണ്. ഏകദേശം ഒരു 20 മിനിറ്റ് ആയപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയപ്പോൾ ഈ പരുവത്തിലാണുള്ളത്. കുറച്ചും കൂടി വേവാനുണ്ട്. അപ്പോൾ ഞാനൊരു 5 മിനിറ്റും കൂടിയും മൂടി വെച്ച് കുക്ക് ചെയ്തെടുത്തു. അപ്പോഴേക്കും അത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. 25 മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലോണം കുക്കായി വന്നിട്ടുണ്ട്. ഇനി വേവാനൊന്നുമില്ല. എന്നാലും ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കളറ് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ മറ്റൊരു പാനിലേക്ക് കമഴ്ത്തിയിട്ട് ഒന്ന് പിന്നെ കളറ് മാറ്റി എടുക്കുന്നുണ്ട്. ഇതോണം ഡിമോൾഡ് ചെയ്ത് എടുക്കാം. അതിനുശേഷം ഒരു പാന് അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു ചെറിയ സ്പൂണ്, ഒരു 1/4 ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ അത് ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിൻ്റെ നമ്മുടെ പോളയുടെ മുകൾ ഭാഗത്ത് നല്ലൊരു റെഡ് കളറ് കിട്ടും. അങ്ങനെ ഇട്ട് കൊടുത്താൽ, അത് ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റൗ സിമ്മിലിട്ട് വെക്കണം. വളരെ കുറഞ്ഞ തീയിൽ മാത്രമാണ്, അല്ലാതെ പെട്ടെന്ന് കരിഞ്ഞു പോകും മുളക് പൊടി. അപ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല. ഇതോണം മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് പെട്ടെന്ന് തന്നെ നമ്മുടെ പോള ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒരു 1 മിനിറ്റോ 2 മിനിറ്റോ മാത്രം ഒന്ന് ചൂടാക്കിയതിന് ശേഷം എടുത്ത് കളയണം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും മുളക് പൊടി. അപ്പോൾ ഒരു നല്ലൊരു റെഡ് കളറ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ഒരു 2 മിനിറ്റിന് ശേഷം ഞാനിത് എടുത്തിട്ട് ഇങ്ങനെ ഡിമോൾഡ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ലൊരു കളറാണ് അപ്പോൾ കിട്ടുക. അപ്പോൾ ഞാനിവിടെ ഡെക്കറേഷന് വേണ്ടി 2 തക്കാളി, കുറച്ച് മല്ലിച്ചപ്പൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം വെച്ച് കൊടുത്തിരുന്നു. അതൊക്കെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. കരിഞ്ഞൊന്നും പോയിട്ടില്ല. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് നമുക്ക് സെർവ് ചെയ്യാം. നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സ്പോഞ്ച് പോലെ നല്ല സോഫ്റ്റായ പോളയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട്